केरला से है, आप तो बड़े शिक्षित होंगे। നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിംന അസീസ്. ലോക കേരള സഭ 2026 ഞാൻ ബീഹാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓർക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെ വേദിയിൽ സംസാരിക്കുന്ന സമയത്ത് ബീഹാറിലെ ഏറ്റവും നോർത്തിലുള്ള സുപോൾ ജില്ലയിലെ കോസി നദി, ബീഹാറിന്റെ ദുഃഖം എന്ന് പറയുന്ന കോസി നദി 5-6 മാസം വെള്ളം മൂടിക്കിടക്കുന്ന, അക്കരയ്ക്കുള്ള ഇലക്ട്രിസിറ്റി കട്ടായി പോകുന്ന ഒരു സാധനവും, ഒരു പലചരക്ക് കട പോലും അക്കരയില്ലാത്ത സ്ഥലത്ത്, വൈദ്യുതി മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ 5 മാസത്തോളമായിട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, കറണ്ട് ഇല്ലാതെയാണ് അവിടെ മനുഷ്യർ ജീവിക്കുന്നത്. ഇവിടെ വേദിയിൽ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി KT ജലീൽ സർ പറയുന്നുണ്ടായിരുന്നു, 10 വർഷമായിട്ട് നമുക്ക് പവർ കട്ടില്ല. ഇതാണ് വ്യത്യാസം. കേരളം അതിവേഗം വളരെ വളരെ നമ്മൾ മുന്നിലാണുള്ളത്. ഓരോ ഇൻഡിക്കേറ്റർ എടുക്കുകയാണെങ്കിലും, ആ മാതൃമരണമാണെങ്കിലും, കുഞ്ഞുങ്ങളുടെ നവജാത ശിശു മരണമാണെങ്കിലും, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, ഒരാൾക്ക് പോലും ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നില്ല. ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കേരളത്തിന്റെ ചികിത്സാ രീതികളെ, പ്രത്യേകിച്ച് സർക്കാർ സിസ്റ്റത്തിനെ ഞാൻ കാണുന്നത്. വിദ്യാഭ്യാസം സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതി പോലും ഞാനുള്ള സംസ്ഥാനത്തില്ല. അറ്റൻഡൻസിന്റെ ആവശ്യമില്ല, കൃത്യമായി ക്ലാസ്സുകൾ നടക്കുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല. പലപ്പോഴും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പരീക്ഷകൾ നടക്കുന്നതൊക്കെ വളരെ വിചിത്രമായ രീതിയിലാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി പഠിക്കുകയും, നമ്മൾ ഏറ്റവും ഉന്നത നിലവാരമുള്ള ബീഹാറിൽ എന്നെ കാണുന്ന ഓരോ വ്യക്തിയും ചോദിക്കാറുള്ളത്, കേരള സെ ഹെ, आप तो बड़े शिक्षित होंगे, നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുമല്ലോ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതാണ് നമ്മളുടെ ഐഡന്റിറ്റി. അതിനകത്തുള്ളവരും എന്നും കേരളത്തിന് സ്വന്തമാണ്, അതിന് പുറത്തുള്ളവരും സ്വന്തമാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഒരു സംസ്ഥാനത്തിന്, സംസ്ഥാന സർക്കാരിന് നമുക്ക് വേണ്ടി ചെയ്യാനാവുക? ഇത്രമേൽ ഒരു സ്വർഗം പോലെ ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നും എവിടെ പോയാലും ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനമുണ്ട്. ആ അഭിമാനത്തിന് കാരണം ഒരു പ്രളയം വന്ന സമയത്ത് നാളെ തൊട്ട് നമ്മളങ്ങോട്ട് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. 6-7 മാസം വെള്ളം കയറി കിടക്കുന്ന കോസിയിൽ കറണ്ടില്ല. അവിടെ ഞാനിത് രണ്ടും കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസം, ചികിത്സയുടെ വ്യത്യാസം, രാഷ്ട്രീയപരമായ വ്യത്യാസം, സാമ്പത്തികമായിട്ടുള്ള വിവേചനങ്ങൾ, എന്തെന്ത് പറയണം, എന്തു പറഞ്ഞാലും അതീവ ദരിദ്രരില്ലാത്ത, ഇത്രമേൽ സന്തോഷമുള്ള നമ്മുടെ നാടിന് വേണ്ടി മറ്റൊരു നാട്ടിൽ നിന്നും ഒരു ബിഹാരി മലയാളിയായി വന്നതിൽ അതിയായ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്.